BDJS NDA ബന്ധം ഉപേക്ഷിക്കുമോ എന്ന രാഷ്ട്രീയ ചോദ്യം ഉയരുകയാണ്. അതിനിപ്പോൾ എന്താണ് പ്രസക്തി എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും NDAയ്ക്കൊപ്പം നിന്ന് BDJSന് ഏറ്റവും മോശം പ്രകടനമാണ് നടത്താനായത്. അങ്ങനെയെങ്കിൽ ഇനിയും എന്തിന് NDAയ്ക്കൊപ്പം BJPക്കൊപ്പം തുടരണമെന്ന ചോദ്യം ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉടലെടുത്തു കഴിഞ്ഞു, ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ അവർ ഇടത്തേക്കോ വലത്തേക്കോ ഈ ചോദ്യമാണ് പ്രസക്തമാവുന്നത്. കാരണം BDJSനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നലെ ആലപ്പുഴയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി നാസർ ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നു. അവർ നിലപാട് അറിയിക്കട്ടെ, അവർക്ക് സ്വാഗതം എന്നൊരു നിലപാടാണ് പൊതുവിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടാണോ എന്നതിൽ അറിയേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടതുണ്ട്. BDJSനെ സ്വാഗതം ചെയ്യുമോ? BJPക്കൊപ്പം നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സ്വാഗതം ചെയ്യാൻ, ഉൾക്കൊള്ളാൻ അത് ഇടതുമുന്നണി തയ്യാറാകുമോ? അതിന് എന്ത് പ്രസക്തിയുണ്ട് എന്ന ചോദ്യം. മറുവശം കൂടി ചിന്തിക്കാം. അവിടെ UDF ആണ്. UDFന് BDJSനോട് ഒരു സ്നേഹമുണ്ടാകുമോ? അത്തരമൊരു രാഷ്ട്രീയ സാധ്യത ഉണ്ടാകുമോ? എന്നും എപ്പോഴും UDFനെയും കോൺഗ്രസ് നേതാക്കളെയും കുറ്റപ്പെടുത്തുന്ന വെള്ളാപ്പള്ളിയുടെ പിന്തുണയുള്ള BDJS UDFനൊപ്പം പോകുമോ? അത്തരമൊരു സാധ്യതയുണ്ടോ? അത്തരം ചർച്ചകളുണ്ടോ എന്ന കാര്യം കൂടി പ്രസക്തമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് BDJS നേതൃത്വമാണ്. ഇടതുപക്ഷത്തിനോടൊപ്പം പോകണമെന്ന് വാദിക്കുന്നവർ ഒരു വിഭാഗമുണ്ട്. അതല്ല, BJPക്കൊപ്പം തുടരണമെന്ന് വാദിക്കുന്നവർ ഉണ്ട്. UDFിലേക്ക് പോകുമെന്ന് വാദിക്കണമെന്നവരുമൊക്കെ BDJSന്റെ ഭാഗമായുണ്ട്. BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തി എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നത് കൂടിയാണ് പ്രസക്തമായ കാര്യം. നമുക്കറിയാം, BDJSന്റെ രൂപീകരണ കാലം വലിയ രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നീട് അതിൻ്റെ പ്രഖ്യാപനങ്ങൾക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. എന്താണ് BDJS? നമുക്ക് വിശദമായി പരിശോധിക്കാം. BDJSന്റെ രൂപീകരണ കാലം നമുക്കറിയാം. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യം, ഇതാണ് അവർ പ്രഖ്യാപിച്ച കാര്യം. 2015 SNDPയുടെ പിന്തുണയിൽ BDJSന്റെ രൂപീകരണം ഉണ്ടാവുന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ കൂട്ടായ്മ എന്ന പ്രഖ്യാപനമാണ് അന്നവർ നടത്തിയത്. BJP മുന്നണിയിൽ ചേർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് പിന്നീട് സംഭവിച്ചത്. SNDPയുടെ നേതാക്കൾ പലയിടത്തും BDJSന്റെ നേതാക്കളുമാണ്. അങ്ങനെയാണ് ഈ BDJSന്റെ മുന്നോട്ട് പോക്ക് പിന്നീട് കണ്ടത്. പക്ഷേ അപൂർവം ഇടങ്ങളിൽ ചില ചലനമുണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും BDJSന് കഴിഞ്ഞില്ല എന്നതാണ് സാഹചര്യമുണ്ടായത്. നോക്കുക, BDJSന് കാര്യമായ ചലനമുണ്ടാക്കാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കഴിഞ്ഞില്ല എന്നതാണ് 2015 മുതൽ ഇതുവരെയുള്ള അവരുടെ രൂപീകരണ ചരിത്രം പരിശോധിക്കുമ്പോഴുള്ള കഥ. BJP അവരെ പരിഗണിക്കുന്നില്ല എന്ന ഒരു പരാതി ഇടക്കാലത്ത് BDJSൽ ഉയർന്നു വരുന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇതിനിടയിൽ BDJSനെതിരെ ചില പരാമർശങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ തൊട്ടപ്പുറേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BDJS സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നു BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി? നമുക്കറിയാം, ഈഴവ വോട്ട് ബാങ്ക് SNDP എന്ന സംവിധാനത്തിൻ്റെ എന്ന സംഘടനയുടെ കരുത്തിൽ മറുപക്ഷമായി BDJS എന്ന രാഷ്ട്രീയ മുഖം നൽകി ഈഴവ വോട്ടുകൾ മൊത്തം സമാഹരിച്ചുകൊണ്ടൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം. തീരുന്നില്ല, അതിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന പ്രഖ്യാപനമാണ്. അതിൽ മറ്റ് യോഗക്ഷേമ സഭയടക്കമുള്ളവരുടെ പിന്തുണയുണ്ടായിരുന്നു, മറ്റ് സമുദായ സംഘടനകളുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിശാല ഐക്യമായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിലേക്കൊന്നും പോവാൻ പിന്നീട് ആ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് സാഹചര്യം. SNDPയുടെ ഭാരവാഹികൾ പലയിടത്തും പാർട്ടി ഈ BDJSന്റെ ഭാരവാഹികളൊക്കെ വരികയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്തു. ചിലയിടങ്ങളിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് ഒരു നീക്കവും നടത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യം കൂടി ആണ് നമ്മൾ മുന്നിൽ പിന്നീട് കാണുകയും ചെയ്തത്. അതായത് BDJS BJPക്ക് ഈഴവ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ഒരു പാലമായിരുന്നു. പക്ഷേ അത് BDJSന്റെ വളർച്ചയുണ്ടാക്കിയില്ല. ഒരു പക്ഷേ അത് BJP സാധ്യതയാക്കി മാറ്റിയിരിക്കാം. ഇനി അങ്ങനെയെങ്കിൽ BDJSന് എന്ത് നിലനിൽപ്പ് എന്നതാണ് ചോദ്യം. അവിടെയാണ് അവരുടെ സാധ്യതകൾ പോവുകയും ചെയ്യുന്നത്. ഇന്നലെ ഒരു പ്രസക്തമായ ബൈറ്റ് കൂടി നമുക്ക് മുന്നിൽ വന്നിരുന്നു. ഇന്നലെ വന്ന ഒരു പ്രതികരണം വെള്ളാപ്പള്ളി നടേശൻ്റെതായിരുന്നു. കാരണം BDJSന്റെ മുന്നണി മാറ്റ സാധ്യതകൾക്ക് കൂടുതൽ സാധ്യത നൽകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇടതുപക്ഷത്തോടൊപ്പം പോകണമെന്ന് വാദിക്കുന്നവർ BDJSൽ ഒരു വിഭാഗത്തിൻ്റെ നിലപാട് അതാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. എന്നാൽ മുന്നണി മാറ്റത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് അവർ പദവികൾ നൽകുന്നുണ്ട്. 10 വർഷം നടന്ന് കാല് തേഞ്ഞതല്ലാതെ NDAയിൽ നിന്നോ BJPയിൽ നിന്നോ
ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല BDJS നേതാക്കൾക്ക് എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. കേൾക്കാമോ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ? ഈഴം നിന്നാൽ സവർണ വോട്ട് ചെയ്യുന്നില്ല. BDJSകാരായി നിന്ന് ആളുകൾ എവിടെ നിന്നോ അവിടെ സവർണ വോട്ട് ചെയ്യുന്നില്ല. അതെന്താണെന്ന് അവർ പഠിക്കണം. 10 കൊല്ലം കൂടെ നടന്നു. BDJS എന്ത് കൊടുത്തു? ഈ നടന്ന് കാല് കഴിഞ്ഞതല്ലാതെ അവർക്ക് എന്നാ കിട്ടി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷത്തിന്റെ കൂടെ നടക്കുന്നവർക്ക് എല്ലാവർക്കും സ്ഥാനോ MLA MP കോർപ്പറേഷനൊക്കെ കൊടുക്കുമ്പോൾ ഈ BJPയുടെ കുറെ 10 കൊല്ലം നടന്ന BDJS എന്ത് കിട്ടിയെന്ന് അവരാലോചിക്കണ്ടേ? മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ടോ BDJS? അതൊക്കെ അവര് ചിന്തിച്ചോളാം. ഞാൻ BDJSകാരൻ. രണ്ടഭിപ്രായമുണ്ട്. ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന അഭിപ്രായമുള്ളൊരു ഭാഗമുണ്ട്, ഉണ്ട്. അതല്ല നിൽക്കണോട് തന്നെ നിൽക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ അവർ കുറച്ച് ആലോചിക്കട്ടെ. അതൊക്കെ അതിലൊന്നും ഞാൻ കൂടുതലായിട്ട് ഇടപെടത്തില്ല. കാരണം SNDP ലോകത്തിനകത്ത് BDJS തൊട്ട് അച്ഛൽ വരെയുണ്ട്. ഇതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നത്. അവിടെ ഈ രാഷ്ട്രീയ അഭിപ്രായത്തിൽ ഇതുപോലുള്ള കാര്യത്തിൽ അവരവരുടെ തീരുമാനം അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യട്ടെ. ഈ കേട്ട വാക്കുകൾ വെള്ളാപ്പള്ളി നടേശൻ്റേതാണ്. അതായത് BDJSന് എല്ലാവിധ പിന്തുണയും നൽകി അവരുടെ സംഘടനാ തലത്തിൽ കെട്ടിപ്പടുത്തിരുത്തിയ വെള്ളാപ്പള്ളി നടേശൻ അവർ ഇനി ഇടതുപക്ഷത്തേക്ക് പോകട്ടെ എന്ന അഭിപ്രായമുള്ളവർ ആ പാർട്ടിയിലുണ്ട് എന്ന കാര്യം വെള്ളാപ്പള്ളി തന്നെ അംഗീകരിക്കുകയാണ്. ഇനി പക്ഷേ ആ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോഴും വെള്ളാപ്പള്ളി തന്നെയാണ് അതിൽ പ്രധാന സ്വാധീന ശക്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനിടയിൽ തുഷാർ വെള്ളാപ്പള്ളിയും ഈ വാദങ്ങളൊക്കെ നിരസിച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വിശദമായി വരാം. പക്ഷേ അതിന് മുമ്പ് നോക്കേണ്ടത് എന്താണ് BDJSന്റെ ഇനിയുള്ള സാധ്യതകളെന്നാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ BDJS പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിൽ ഉയർന്നാൽ അത് ഇടതു വലതു മുന്നണികൾ പുതിയ ചില സാധ്യതകൾ മുന്നോട്ട് വെച്ചേക്കാം. BDJSന്റെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതു വലതു മുന്നണികൾ താല്പര്യമെടുക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. കാരണം വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാവുന്നത് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അനുകൂലമാക്കുക എന്നതാവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വെറും 3 മാസത്തിനിടയിൽ സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എല്ലാ സാധ്യതകളും ഒപ്പം നിർത്താൻ ഒരുപക്ഷെ പൂർണ്ണമായും ഈഴവ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ചേർക്കുക എന്ന CPM ആലോചന നടത്തിയാൽ അതൊരു പക്ഷേ ഇവർക്ക് സാഹചര്യം ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ UDFും താല്പര്യമെടുത്തേക്കാം. എന്തായാലും ഇടതു വലതു മുന്നണികൾ താല്പര്യമെടുത്തേക്കാമെന്ന ഒരു സാധ്യത BDJSന് മുന്നിലുണ്ട്. മറ്റൊന്ന് നോക്കാം, LDFിനൊപ്പം അവർക്ക് നിൽക്കാനുള്ള സാധ്യത. അടുത്ത സാധ്യത BDJSന്റെ രണ്ടാമത്തെ സാധ്യതയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാം. ഈഴവ വോട്ടുകൾ പൂർണ്ണമായി തങ്ങൾ ഈ മുന്നണിക്കൊപ്പം ഉണ്ടെന്ന് ഒരു അവകാശവാദം ഉന്നയിക്കാം. പരമ്പരാഗതമായി ഈഴവ വോട്ടുകൾ CPMനും ഇടതുപക്ഷത്തിനും ഒപ്പം എന്നതാണ് സംസ്ഥാനത്ത് പൊതുവായി ഉയർന്ന വാദം. അവിടേക്കാണ് BDJSന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു വരികയും അതിൽ വലിയ പിളർപ്പുണ്ടാക്കും എന്നും അവകാശപ്പെട്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ അത്ര വലിയ രാഷ്ട്രീയ നഷ്ടമൊന്നും CPMനോ ഇടതുമുന്നണിക്കോ ഈഴവ വോട്ടുകളിൽ ഉണ്ടായി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കണക്കുകളൊന്നുമില്ല. പക്ഷേ എന്തായാലും BDJSന് പുതിയ സാഹചര്യത്തിൽ അവകാശപ്പെടാം. തങ്ങളും കൂടി ഇടതുമുന്നണിക്കൊപ്പം ചേർന്നാൽ BDJS കൂടി ചേരുമ്പോൾ ഈഴവ വോട്ടുകൾ പൂർണ്ണമായും ലെഫ്റ്റ് ബ്ലോക്കിലേക്ക് എത്തും എന്ന കാര്യം അവകാശപ്പെടും. മൂന്നാമത്തെ സാധ്യത എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സാധ്യത അവർക്ക് വേണമെങ്കിൽ UDFിൽ ചേരാം. അതായത് UDFിൽ ചേരുമ്പോൾ BDJS വഴി BJPക്ക് കിട്ടിയ ഈഴവ വോട്ടുകൾ പുതിയ നീക്കത്തിൻ്റെ ഭാഗമായി ഇനി മുതൽ UDFിലേക്ക് എന്ന വാദം കൂടി അവർക്ക് ഉന്നയിക്കാം. അപ്പോൾ ഇതുവരെ ലഭിക്കാതിരുന്ന ഒരു സാധ്യത വോട്ടുകൾ കൂടി UDFിനൊപ്പം ചേരാൻ BDJS മുന്നണിക്കൊപ്പം നിൽക്കുന്നത് വഴിവെക്കും എന്ന ഒരു സാധ്യത ഒരു പക്ഷേ അവർക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ചില സാധ്യതകൾ BDJSന് മുന്നിലുണ്ട്. ആ സാധ്യതകളാണ് നമ്മൾ പറയുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കാൻ പോവുകയാണ്. മുന്നണിയിൽ വലിയ മാറ്റമുണ്ടാവും, പുതിയ കക്ഷികൾ വരുന്നു എന്നതാണ്. അത് ഇടതു മുന്നണിയിൽ നിന്നും കക്ഷികൾ വരും, മറ്റിടങ്ങളിൽ നിന്നും കക്ഷികൾ വന്നേക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ അത് BDJSനെ കണ്ടുകൊണ്ടാണോ NDAയിലെ ഒരു പിളർപ്പ് ഉണ്ടാക്കി BDJS കടന്നു വരികയാണോ എന്ന കാര്യം കൂടി പ്രസക്തമാണ്. എന്താണ് ഇതിൻ്റെ സാധ്യത? നമുക്ക് വിശദമായി പരിശോധിക്കാം.